അരികെയിൻ കേരളം brought to you by രാജാസ് കൺവെൻഷൻ സെന്റർ. വിവാഹം, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ 800 സീറ്റുകളോടുകൂടിയ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കൺവെൻഷൻ സെന്റർ. മിനി ഓഡിറ്റോറിയം, AC റൂംസ് ആൻഡ് സ്യൂട്ട് റൂംസ് അറ്റ് ഹോട്ടൽ ഹൊറിസോൺ ഇന്റർനാഷണൽ. ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ രുചി വൈവിധ്യങ്ങളുമായി സാരംഗി മൾട്ടി ക്യൂസീൻ റെസ്റ്റോറന്റ്. വിശാലമായ ഡൈനിങ് ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. രാജാസ് കൺവെൻഷൻ സെന്റർ അറ്റ് ഹോട്ടൽ ഹൊറിസോൺ ഇന്റർനാഷണൽ, ചിറവക്ക്, തളിപ്പറമ്പ. MVR ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഓർത്തോ സ്പെഷ്യാലിറ്റി ക്ലിനിക്. MVR ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് ഓറക്ടൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്, പറശ്ശിനിക്കടവ്. മാലിന്യ നിർമ്മാർജ്ജനം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയോ? സ്ഥലപരിമിതിയാൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? നിങ്ങളെ അലട്ടുന്ന ഏത് തരം മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾക്കും മെഹ്യൂബ ഇക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇനി നിങ്ങളോടൊപ്പമുണ്ട്. മെഹ്യൂബ ഇക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. കാഴ്ചശക്തി അതിസൂക്ഷ്മമായി നിർണ്ണയിക്കാവുന്ന സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള ജില്ലയിലെ ആദ്യത്തെ നേത്രപരിശോധനാ സംവിധാനം അനിഴം ഒപ്റ്റിക്സ്, തളിപ്പറമ്പ, കണ്ണൂർ. താരൻ, അകാലനിര, മുടികൊഴിച്ചൽ, മൈഗ്രെയിൻ എന്നിവ നിങ്ങളെ അലട്ടുന്നുണ്ടോ? 100% സുരക്ഷിതത്വവും ആരോഗ്യപരവുമായ ഔഷധക്കൂട്ടാണോ നിങ്ങൾ തേടുന്നത്? എന്നാൽ ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായി എത്തിയിരിക്കുന്നു ഫീൽ ആൻഡ് ഹീൽ ഹെയർ ഓയിൽ. ഉപയോഗത്തിൻ ആദ്യ ആഴ്ചകളിൽ തന്നെ മാറ്റം കണ്ടറിയൂ. ഫീൽ ആൻഡ് ഹീൽ 100% ആയുർവേദിക് ഹെയർ ഓയിൽ. അരികെയിൻ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈസോൺ അഥവാ മലബാർ ഇന്നോവേഷൻ എന്റർപ്രണർഷിപ്പ് സോൺ ഇന്ന് പുതുസംരംഭകർക്ക് പിച്ചവെച്ച് വളരാനുള്ള ഒരു അങ്കണമാണ്. കേരള സർക്കാരും ബിസിനസ് രംഗത്തെ പ്രമുഖ പ്രൊഫഷണലുകളും സംരംഭകരുമെല്ലാം ഒരുമിച്ച് കൈകോർത്തപ്പോൾ രൂപം കൊണ്ടൊരാശയമാണ് മൈസോൺ. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മൈസോണിന്റെ സാരഥിയും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ സുഭാഷ് ബാബുവാണ്. നമസ്കാരം സർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സർ, എന്താണ് മലബാർ ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് സോൺ? അത് സംരംഭക സമൂഹത്തെ എങ്ങനെയാണ് സർ സഹായിക്കുന്നത്? മലബാർ ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് സോൺ, മൈസോൺ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫണ്ടിങ് സപ്പോർട്ടോടുകൂടി കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡ്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് കേരളത്തിലെ, കണ്ണൂർ മാങ്ങാട്ടുപറമ്പ്, അവരുടെ ക്ലേ ഫാക്ടറി, നേരത്തെ ഉണ്ടായ ക്ലേ ഫാക്ടറിയുടെ ആ കമ്പനിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ ഒരു സംരംഭകരെ, അതായത് പുതുതായിട്ട് സംരംഭകത്വത്തിലേക്ക് കടന്നു വരുന്നവരെയും അതുപോലെ പഴയ നമ്മുടെ ട്രഡീഷണലായ കൺവെൻഷനലായ ബിസിനസ്സുകളിലുള്ളവർക്ക് അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് മാറ്റിയെടുക്കാൻ വേണ്ടി, അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്യുബേഷൻ സെൻറ്റർ ഉള്ളത്. അതിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് സംരംഭക സമൂഹത്തിന് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടാണ്. അതായത് കേവലം ഒരു 2500 രൂപ നിരക്കിൽ ഒരു ഓഫീസ്, ഒരു വേൾഡ് ക്ലാസ് സ്പേസിലുള്ള ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. സാധാരണഗതിയിൽ ഒരു സംരംഭകൻ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ മിനിമം ഒരു 5 ലക്ഷം 8 ലക്ഷം രൂപയെങ്കിലും ഒരു ഇൻറ്റീരിയർ ഫർണിഷിങ് കാര്യങ്ങൾക്കൊക്കെ ചിലവഴിക്കണം. എന്നിട്ട് അഥവാ ആ പ്രൊജക്റ്റ് ഒന്ന് അവർ മാറിപ്പോവുകയാണെങ്കിൽ ആ ഫണ്ട്, പ്രത്യേകിച്ച് ഇൻറ്റീരിയറിലും ഫർണിഷിങ്ങിലുള്ള കംപ്ലീറ്റ് ഫണ്ട് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതേ സമയത്ത് ഈ 2500 രൂപയിൽ ഈ പറയുന്ന ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയുള്ള അവരുടെ ഒരു ഓഫീസ്, ഫർണിഷിങ്, AC, ഇലക്ട്രിസിറ്റി, എവറിത്തിങ് ഈ പർട്ടിക്കുലർ എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് അത് പക്ഷേ അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമാണ്. അതിനങ്ങോട്ട് ഈ സംരംഭകനെ ഹാൻഡ് ഹോൾഡ് ചെയ്യുക എന്ന പ്രക്രിയയും കൂടെ ഈ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻറ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട അവരുടെ ബിസിനസ് മോഡൽ പരിശോധിക്കുക, അതിൽ വേണ്ട ഇന്നോവേഷൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ വേണ്ട പുതിയ സ്ട്രക്ചറിൽ എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ, മെൻറ്റർഷിപ്പ് വേണമെങ്കിൽ, അത്തരം കാര്യങ്ങൾ നൽകുവാൻ ആവശ്യമായ ഒരു വിദഗ്ധരുടെ ഒരു മെൻറ്ററിങ് പാനൽ മൈസോണിനുണ്ട്. അതിന് പുറമെ ഫണ്ടിങ് സപ്പോർട്ട് വേണ്ടവർക്ക് മലബാർ ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമോട് കൂടെ മൈസോണിൻ്റെ ഭാഗമായിട്ടുണ്ട്.
ഇത് കൂടാതെ തന്നെ മൈസോൺ ആക്ച്വലി ഒരു ഇക്കോ സിസ്റ്റമാണ്. ഗവൺമെൻറ് ലൈസനിങ്, അതേപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതിനോട് തൊട്ടനുബന്ധിച്ച് കിടക്കുന്ന അക്കാദമി, കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയുടെ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസ്, നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ മാങ്ങാട്ടുപറമ്പ് ഇത് നിൽക്കുന്ന സ്ഥലം ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കൂടി അതിന് സമീപത്തായിട്ടുണ്ട്. ഷെർലോൺ പോലെയുള്ള ഒരുപാട് സുൾഫെക്സ് ഫൈബർ പ്രൊഡക്റ്റ് പോലുള്ള ഒരുപാട് ഫാക്ടറികൾ. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി അക്കാദമി കോലൊക്കേറ്റഡ് പ്ലേസിൽ പുതുതായി വരുന്ന സംരംഭകർക്ക് അതിന് വേണ്ട എല്ലാ പരിചരണങ്ങളും അവരെ ഒന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്ത് ആ ബിസിനസ്സിനെ സക്സസ്ഫുള്ളായി നടത്തുവാൻ വേണ്ട അഡ്വൈസറി കപ്പാസിറ്റി കൂടെ കൊടുക്കുക എന്നുള്ളതാണ് മലബാർ ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് സോൺ അഥവാ മൈസോണിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സർ, ഇതിൽ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും എന്താണ് ഇതിൻ്റെ വ്യത്യാസം ഇതിൽ വരുന്നത്? ഓക്കെ, ആ ഒരു ചോദ്യം പറയുമ്പോൾ അതിന് മുന്നേ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന പദം അതിനോടനുബന്ധിച്ചാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു പുതുതായി ഒരു ചെറിയ സംരംഭം തുടങ്ങുന്നതിനെ അല്ല ശരിക്കും സ്റ്റാർട്ടപ്പ് എന്ന് ഗവൺമെൻറ് ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നാഷണൽ ലെവൽ അഥവാ ഇൻ്റർനാഷണൽ ലെവലെങ്കിലും സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ, ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് ഒരു സംരംഭകൻ കടന്നു വരുന്നതിനെയാണ് അതിനെ സ്റ്റാർട്ടപ്പ് സംരംഭമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി അത്രയും വലുതാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ, ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഇത് IT അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, റോബോട്ടിക്സ് റിലേറ്റഡ് കാര്യങ്ങളാണ് സ്റ്റാർട്ടപ്പിൽ. അതും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മുടെ ഏത് ട്രഡീഷണൽ കൺവെൻഷണൽ ബിസിനസ്സിനെയും, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഒരു ടെക്സ്റ്റൈൽ സംരംഭം പോലും അതിന് നാഷണൽ ലെവലിൽ, ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ സ്കെയിലബിലിറ്റിയിലേക്ക് ഒരു ബിസിനസ് മോഡൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റാർട്ടപ്പ് മോഡലായി എന്ന് പറയാം. സ്റ്റാർട്ടപ്പ് മോഡലിലേക്ക് കടന്നു വരുന്ന ആർക്കും ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് നമ്മുടെ ഈ സമീപകാലത്ത് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഫോമർ CEO ഡോക്ടർ സജി ഗോപിനാഥ്, അദ്ദേഹം സ്റ്റാർട്ടപ്പ് മിഷനിൽ ചാർജ് എടുത്തതിന് ശേഷം കേരളത്തിൽ അതിൻ്റെ ഒരു അവെയർനെസ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇൻഡസ്ട്രി സമൂഹങ്ങളിൽ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ROI ബേസ്ഡ് അല്ല. സാധാരണ നമുക്കൊരു ട്രഡീഷണൽ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര % എനിക്ക് ആനുവലി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും, ആ ബേസാണ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ROI ബേസ്ഡ് അല്ല. എത്ര ഈ കമ്പനി എത്ര മടങ്ങ് വളരും, ആ വളരുമ്പോൾ അവരുടെ റിട്ടേൺ ആ X ബേസിൽ അവരെ തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഈ പേജിൽ സൂചിപ്പിക്കുന്നത് പോലെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ഓൺട്രപ്രണറുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുപാട് കടന്ന് ഇടപെട്ട് ആ ബിസിനസ് എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള ഡിറക്ഷൻ അവർ കൊടുക്കത്തില്ല. പകരം അവർക്ക് ആവശ്യമായ മെൻറ്റർഷിപ്പാണ് കൊടുക്കുന്നത്. ഇപ്പോൾ മൈസോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലബാർ ഇന്നോവേഷൻ സോണൻ അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ തന്നെ നേതൃത്വം കൊടുക്കുന്നത് PK ഗോപാലകൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ ചെറുകുന്ന് സ്വദേശിയാണ്, പക്ഷേ ബാംഗ്ലൂർ ആണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. വിപ്രോയുടെ ഫോമർ CEO ആണ്, പ്രസിഡൻ്റൊക്കെയാണ്. അതുപോലെ വെബ് സൊല്യൂഷൻസ്, ഇതിൻ്റെയൊക്കെ മൈൻഡ് ട്രീ അങ്ങനെയുള്ള ഗ്ലോബൽ MNC കമ്പനികളുടെ തലപ്പത്തിരുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ചെയർമാൻ ഷിലേൻ സഗുണൻ, അദ്ദേഹം മുംബൈ IIT നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ISROയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് അദ്ദേഹം തന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഏതാണ്ട് 500 പേരോളം ഉള്ളൊരു കമ്പനിയായി അത് മാറ്റി US-ലുള്ള ഒരു കമ്പനി അതിനെ ടേക്ക് ഓവർ ചെയ്ത ഒരു എക്സാമ്പിൾ കേരളത്തിൽ ആദ്യമായിട്ട് സൃഷ്ടിച്ചൊരു വ്യക്തിയാണ്. അത്രയും എക്സ്പീരിയൻസ്ഡാണ് ഈ മേഖലയിൽ. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. ഒപ്പം ഞങ്ങളെ സഹായിക്കാൻ അജിത് ബാലകൃഷ്ണൻ, അദ്ദേഹം ഒരു കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹം rediff.com, ഇന്ത്യയിലെ ആദ്യത്തെ e-commerce പോർട്ടൽ എന്ന് വിളിക്കാവുന്ന റെഡിഫിൻ്റെ ഫൗണ്ടറാണ്. അതുപോലെ IBM-ൻ്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്രൻ കസ്തൂരി, ഇങ്ങനെ പല ആൾക്കാർ, അതായത് ഈ രംഗത്തുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പല ബിസിനസ്സുകളെയും വികസിപ്പിച്ച ഒത്തിരി ആൾക്കാരുടെ ഒരു പൂളാണ് ശരിക്കും പറഞ്ഞാൽ മലബാർ ഇന്നോവേഷൻ സോൺ എന്ന് പറയുന്നത്. തികച്ചും ലാഭേച്ഛയില്ലാതെ നോൺ പ്രോഫിറ്റ് കമ്പനിയായി പ്രവർത്തിക്കുന്ന മൈസോൺ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികച്ച സംരംഭകരുടെയും മറ്റു വിദഗ്ധരുടെ സേവനങ്ങളും നിക്ഷേപകരുടെ കൂട്ടായ്മയും സംസ്ഥാന സർക്കാരിന്റെ സഹായങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ കേരളത്തിലെ പുതു സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും വലിയൊരു കൈത്താങ്ങാവുകയാണ്. സർ, ഇതിൽ
ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് സാർ ഇതിന് ലഭിച്ചിട്ടുള്ളത്? ഗവൺമെൻറ് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ പിന്നിൽ പൂർണ്ണമായുള്ള സപ്പോർട്ടെന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. അത് എടുത്ത് പറയുകയാണെങ്കിൽ മലബാർ ഇന്നോവേഷൻ സോൺ 2019 ഫെബ്രുവരിയിൽ അത് ഇനാഗുറേറ്റ് ചെയ്യാൻ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം തന്നെയാണ് വന്നത് ഉദ്ഘാടനം ചെയ്തു വരുന്നത്. അതിൻ്റെ ആരംഭഘട്ടത്തിൽ മുഴുവൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ അദ്ദേഹം E.P. ജയരാജൻ സാറ് അതിൻ്റെ ഫുൾ ടൈം ഓരോ പൊസിഷനിങ് ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് അദ്ദേഹം നോക്കി കണ്ടുകൊണ്ട് വേണ്ടത്ര നിർദ്ദേശങ്ങൾ ചെയ്തിട്ട് തന്നതാണ്. നമ്മുടെ കല്യാശ്ശേരിയുള്ള TV രാജേഷ് MLA, ഒപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡ്, ആ ഒരു കമ്പനിയുടെ അവരുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന അവരുടെ പ്ലാൻ, അതിൻ്റെ ചെയർമാൻ ഗോവിന്ദൻ മാഷ്, അതുപോലെ മുൻ മാനേജിംഗ് ഡയറക്ടർ അശോക് കുമാർ, ഇപ്പോഴുള്ള മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണ സാറ്, ഇവരുടെയൊക്കെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ വിഷൻ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുള്ളൊരു ഡിവേഴ്സിഫിക്കേഷനായി. അതേ സമയത്ത് ഇവിടെയുള്ള നമ്മുടെ മലബാറിലെ പ്രത്യേകിച്ചും നോർത്ത് മലബാറിലെ ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും അതിനൊരു സ്റ്റാർട്ടപ്പ് കൾച്ചർ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞത്. കേരള ക്ലേസ് അടക്കമുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മലബാർ ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് സോൺ എന്നത്. സാർ, ഒരു പേഴ്സണലി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതായത് എല്ലാ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു പ്രേരണാശക്തി ഉണ്ടാവും. അപ്പം ഇതിൻ്റെ പിന്നിലെ സാറിൻ്റെ ഒരു പ്രേരണാശക്തി എന്ന് പറയുന്നത് എന്താണ് സാർ? ഇത് മൈസോണിൻ്റെ അല്ലെങ്കിൽ യാത്രയുടെ പ്രേരണാശക്തി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പൗലോ കൊയ്ലോയുടെ ഫേമസ് കോട്ട് പറയുന്നത് പോലെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പം പ്രപഞ്ചശക്തികൾ ഗൂഢാലോചന ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണിത്. ഉദാഹരണത്തിന് 2013-14 ആ സമയത്താണ് പോസിറ്റീവ് കമ്പൈൻ ഓൺട്രപ്രണർഷിപ്പ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും പിന്നെ കേരള ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഫോമർ പ്രസിഡൻറ്റ് KP രവീന്ദ്രൻ, അദ്ദേഹം മൈസോണിൻ്റെ ഡയറക്ടറാണ്, അദ്ദേഹമൊക്കെ കൂടിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് ഫൗണ്ട് ചെയ്ത് അതിനകത്ത് ഏതാണ്ട് 2000 ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിനോടൊപ്പം തന്നെ JCI ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് JCI. അത് നമ്മുടെ 3 ജില്ലകളിലുള്ള സംരംഭകരെ ചേർത്തൊരു ഓൺട്രപ്രണേഴ്സ് ഹബ്ബ് സ്റ്റാർട്ട് ചെയ്യുകയും ഒരു 3 വർഷം അതിൻ്റെ ഫൗണ്ടർ ചെയർമാനായിട്ട് ഞാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ തന്നെയാണ് ഡോക്ടർ സജീവ് ഗോപിനാഥ് നേതൃത്വത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതിശക്തമായിട്ട് കേരളത്തിലെ സംരംഭകർക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നതും അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നതും. അതേ സമയത്ത് സംഭവിച്ച മറ്റൊരു കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രപഞ്ചശക്തി ഒരേ ലൈനിൽ 3 കാര്യങ്ങൾ കൊണ്ടുപോയതാണ്. കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് അതിൻ്റെ ഡിവേഴ്സിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുന്നതും, അവർ ഈ ഒരു ആശയം, അവർക്ക് വലിയൊരു സ്പേസ് അവിടെയുണ്ട്, അപ്പോൾ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കമ്മ്യൂണിറ്റിക്ക് സൊസൈറ്റിക്കും കൂടെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ 3 ഇതൊന്ന് ഒരുമിച്ച് വരികയും അപ്പോൾ ഇതൊരു നോൺ പ്രോഫിറ്റ് മലബാർ ഇന്നോവേഷൻ ഓൺട്രപ്രണർഷിപ്പ് സോൺ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് കമ്പനി ഫോം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിലേക്ക് ഞങ്ങൾ ഇവിടെയുള്ള സംരംഭകർ ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രമുഖർ, അതായത് ഷിലിൻ സഗുണൻ, PK ഗോപാലകൃഷ്ണൻ, അതേപോലെ ബാങ്ക് ഓഫ് ന്യൂയോർക്കിൻ്റെ ഒരു മാനേജിംഗ് ഡയറക്ടർ അനീഷ് കുമാർ, ഇവരൊക്കെ ഇതിൽ പ്രശസ്തരായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പ്രശസ്തരായ കുറേ ആൾക്കാർ വരികയും ഞങ്ങളുടെ ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ചിന്താഗതികളെ ഇൻ്റർനാഷണൽ ചിന്താഗതികളിലേക്ക് അവർക്ക് മാറ്റാനും കഴിഞ്ഞു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും കൂടിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട്, അതിൻ്റെ ഫോമർ പ്രസിഡൻറ്റ് വിനോദ് നാരായൺ, ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഡോക്ടർ ജോസഫ് ബെനവൻ, അവരുടെ സപ്പോർട്ട്, ദിശ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്, നമ്മുടെ മസ്കോട്ട് ഇൻഡസ്ട്രീസിൻ്റെ ഫൗണ്ടറും അതിൻ്റെ CEO ഓണറുമായ ജയചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇവിടുത്തെ വ്യവസായ പ്രമുഖരുടെ ശക്തമായ സപ്പോർട്ടും, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയും വ്യവസായ വകുപ്പിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, റൂട്ട് സെറ്റി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് വന്നുള്ള ഒരു യാത്ര ആയിരുന്നു ഈ മൈസോണായി രൂപാന്തരപ്പെട്ടത്. പിന്നീട് 20-ാം വയസ്സിൽ പരാജയപ്പെട്ട തന്റെ ബിസിനസ് ചുവടുവയ്പ്പിന് ശേഷം കെൽട്രോൺ തുടങ്ങി നിരവധി പ്രമുഖ കമ്പനികളിൽ സുഭാഷ് ബാബു ജോലി ചെയ്തു. കാലിഫോർണിയ ആസ്ഥാനമായ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് 2006-ലാണ് സ്വന്തം സംരംഭക സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര ശ്രീ സുഭാഷ് ബാബു തുടങ്ങുന്നത്. 2 പതിറ്റാണ്ടുകളിലേറെക്കാലം ഫിനാൻസ്, മാനേജ്മെന്റ്, ടെക്നോളജി മേഖലകളിൽ വിവിധ വ്യവസായ വാണിജ്യ രംഗത്തുള്ള അനുഭവ സമ്പത്ത് ഒരു സംരംഭകൻ, ടെക്നോളജി ഇന്നോവേറ്റർ, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച്, മാനേജ്മെന്റ് വിദഗ്ധൻ എന്നീ രംഗങ്ങളിലെല്ലാം ശോഭിക്കാനും ഇന്ത്യക്കകത്തും പുറത്തുമായി 500-ലധികം വ്യവസായ സംരംഭങ്ങൾക്ക് കൺസൾട്ടേഷൻ നൽകുവാനും ശ്രീ സുഭാഷ് ബാബുവിന് സാധിച്ചു. സർ, ഈ ട്രഡീഷണൽ ബിസിനസ്സുകളെ എങ്ങനെയാണ് മൈസോൺ സപ്പോർട്ട് ചെയ്യുന്നത് സർ?
ട്രഡീഷണൽ അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ അഥവാ കൺവെൻഷണൽ ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റിയും കൂടിയാണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ടെക്സ്റ്റൈലായാലും ഫർണിച്ചറായാലും അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് പരമാവധി കുറച്ചുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി കിട്ടാനുള്ള ഒരു സിസ്റ്റം ഡ്രിവൺ കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക, ഇതിനൊക്കെ നമുക്ക് ട്രഡീഷണൽ ഇൻഡസ്ട്രീക്ക് ടെക്നോളജി സപ്പോർട്ട് വേണം. ഇതൊക്കെയാണ് മൈസോണിൻ്റെ ഈ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്നത്. കാരണം അവിടെ ഓരോ ഡൊമൈനിലും, ഞാൻ ഈ പറയുന്ന ഓരോ ഡൊമൈനിലും എക്സ്പേർട്ടൈസായ പല കമ്പനികളുടെ ഒരു റിസോഴ്സ് പൂളും ഒരു കൂട്ടായ്മയും അതിനകത്തുണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികൾ അതിലേക്ക് വളരുന്നതോടുകൂടി അവർക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി മാത്രമല്ല, ആ നോളജ് ഷെയറിങ്, അതിൻ്റെ റിസോഴ്സസ്, അതിന് വേണ്ടിയുള്ള സപ്പോർട്ട്സ്, ഇതൊക്കെ കിട്ടാനുള്ള സംവിധാനം നമുക്ക് മൈസോണിലുണ്ട്. Garam Matka, a tea story, provides more than 150 varieties of tea, customized snacks. Consumption of tea is increasing 4.5% to 5.5% annually. This satisfaction is our asset. For business inquiries, കാഴ്ചശക്തി അതിസൂക്ഷ്മമായി നിർണ്ണയിക്കാവുന്ന സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള ജില്ലയിലെ ആദ്യത്തെ നേത്രപരിശോധനാ സംവിധാനം അനിഴം ഒപ്റ്റിക്സ്, തളിപ്പറമ്പ, കണ്ണൂർ. MVR ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഓർത്തോ സ്പെഷ്യാലിറ്റി ക്ലിനിക്. MVR ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റെക്ടൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്, പറശ്ശിനിക്കടവ്. സാർ, തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസിന് സാറിന് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റിയാൽ. മൈസോണിൻ്റെ സക്സസ് സ്റ്റോറി ഒരുപാട് പറയാനുണ്ട്. പറയുകയാണെങ്കിൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഏതാണ്ട് ഈ ആരംഭിച്ചതിന് ശേഷം ഒരു 75ഓളം സ്റ്റാർട്ടപ്പുകൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 10ഓളം സ്റ്റാർട്ടപ്പുകൾ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അർഹത നേടിയിട്ടുണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അർഹത നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ എക്സ്പെർട്ടൈസ്, ആ ബിസിനസ് മോഡൽ കൃത്യമായി പഠിച്ച് ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുത്ത് അതിന് കണക്കായിട്ട് പിന്നീട് ഇൻവെസ്റ്റേഴ്സാണ് തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഫാർമേഴ്സ് ഫസ്റ്റ് സോൺ മൈസോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് മന്ത്ലി ഒരു 10,000 20,000 ടേൺ ഓവർ മാത്രം ചെയ്തൊരു ഓർഗനൈസേഷൻ ഇന്ന് മന്ത്ലി ടേൺ ഓവർ 1 crore പ്ലസിലേക്ക് മാറിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അവർക്ക് 2 തവണ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് 2017 ആൻഡ് ഇപ്പോൾ കോവിഡിന് തൊട്ട് മുന്നേയും അവർ നേടിയിട്ടുണ്ട്. ഈവന് ഒരു സീഡ് ഫണ്ടിങ് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബിസിനസ് ടെക്നോളജി റിസർച്ച് ആൻഡ് അനാലിറ്റിക്സ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അതിൻ്റെ ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. റോബോട്ടിക്സ് ബേസിലുള്ള ചെന്നൈയിലുള്ള SP റോബോട്ടിക്സ് എന്ന കമ്പനി, അനലിറ്റിക്സിലുള്ള ക്ലൂട്രാക്സ് എന്ന് പറയുന്ന കമ്പനി, ഫിനാൻസ് ഡൊമൈനിലുള്ള ഫിൻടെക്കിലുള്ള പേമെട്രി എന്ന് പറയുന്ന കമ്പനി, ഇങ്ങനെ കുറേ കമ്പനി 10ഓളം കമ്പനികൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നതാണ്. അത് ട്രഡീഷണൽ ഇൻഡസ്ട്രിയുടെ ഉദാഹരണങ്ങളാണ്. ടീ മേഖലയിലുള്ള, അതായത് 151 വെറൈറ്റീസ് ഓഫ് ടീ. അപ്പോൾ ഗരമത്കയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. ഇനി ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒറിജിന നാച്ചുറൽസ്, അത് സ്പൈസസ് ഏരിയയിലാണുള്ളത്, ഒറിജിന നാച്ചുറൽസ്. അപ്പോൾ ഇപ്പോൾ ഒരു 10ഓളം കമ്പനികളിൽ ഈ 70 കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അർഹത നേടിയിട്ടുണ്ട്. അതിന് പുറമേ തന്നെ ഒരുപാട് അവാർഡുകൾ, നാഷണൽ അവാർഡുകൾ, UN അവാർഡ് നേടിയിട്ടുണ്ട് ഫാർമേഴ്സ് ഫസ്റ്റ് സോൺ. അതുപോലെ ഗെയിൽ, അവിടെ സി ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് നമ്മുടെ ഓട്ടോമാറ്റീവ് ഇലക്ട്രിക് ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ കമ്പനി ഗെയിലിൻ്റെ അവാർഡ് നേടിയതാണ്. കർണാടക ഗവൺമെൻറ്റിൻ്റെ അവാർഡ് നേടിയ ടെപ്സ് എന്ന് പറയുന്ന ഒരു നജീബ് നാരായണൻ ഫൗണ്ടറായ, അത് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലാണ് ടെപ്സ് ഒരു കമ്പനിയുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ, നാഷണൽ, UN അവാർഡുകൾ നേടിയ കമ്പനികളും മൈസോണിൽ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സക്സസ് സ്റ്റോറിയുടെ ഭാഗമാണ്. സാർ, ഇനി ഭാവി കാര്യങ്ങളാണ്. എന്താണ് സാർ ഇനി ഭാവി കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട്? മൈസോണിൻ്റെ ഭാവി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ അദ്ദേഹത്തിനെ ഒന്ന് നേരിട്ട് കാണാൻ വിചാരിക്കുന്ന ഒരു കാര്യം, എത്രയും പെട്ടെന്ന് ഒരു സൗജന്യ ഓൺട്രപ്രണർഷിപ്പ് ഹെൽപ്പ് ഡെസ്ക് മൈസോണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി തന്നെ കൊടുക്കും. എല്ലാ കാര്യത്തിനും ഗവൺമെൻറ്റിന് ആശ്രയിക്കാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. സംരംഭകർക്ക് ഇതിൽ നിന്ന് എത്ര രീതിയിൽ ഇതിനെ അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം. അതെ, അപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വരുന്ന ഒരു സംരംഭകന്, ഒരു ബഡ്ഡിംഗ് ഓൺട്രപ്രണർക്ക് ആദ്യം തന്നെ ഉണ്ടാകുന്ന ഒരുപാട് ഡൗട്ടുകളുണ്ട്.
ഏത് ലൈസൻസ്, എന്തൊക്കെയാണ് ലൈസൻസിങ് സംവിധാനം, ഇപ്പോൾ ഫുഡൊക്കെ ആണെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം, അതെന്തൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തുടങ്ങി. പിന്നെ അവർക്ക് ഫിനാൻസ് വേണം, ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ഫിനാൻസ് വേണ്ടി വരും. പല സ്കീമുകളുണ്ട് ഗവൺമെൻറ്റിന്, KFC അതുപോലെ MSMEക്ക് പല സ്കീമുകളുണ്ട്. അപ്പോൾ അത്തരം സ്കീമുകൾ വേണമെങ്കിൽ അവർക്ക് പ്രൊജക്ട് റിപ്പോർട്ട് സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സജീവമായ ഒരു സൗജന്യ സംരംഭകത്വ ഹെൽപ്പ് ഡെസ്ക് നമ്മൾ ഈ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ മൈസോണിൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ആ ആനിവേഴ്സറിയിൽ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററുടെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു സംവിധാനം വരാൻ പോകുന്നുള്ളതാണ് ഏറ്റവും ആദ്യമുള്ളത്. രണ്ടാമത് മൈസോണിനകത്തുള്ള കമ്പനി, ചെറിയ കമ്പനികളായാലും നേരത്തെ പറഞ്ഞ കൺവെൻഷണൽ ബിസിനസ്സുകളായാലും ഇവർക്കൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റുണ്ട്. പലപ്പോഴും എക്സ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നതിന് ഭാഗമായിട്ട് ഒരു ബിസിനസ് സ്കെയിലബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അത്തരം പാതകൾ തുറന്നു കൊടുക്കുവാൻ കൂടെ മൈസോൺ തയ്യാറെടുക്കുകയാണ്. സർ, മൈസോണിൻ്റെ മെമ്പേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും കുറിച്ച് സാർ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ വളരെ നന്നായിരുന്നു. മൈസോൺ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അത് ഫിൽട്ടർ ചെയ്ത് വന്ന ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻറ്റർ ആവശ്യമായ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. 100+ കമ്പനീസ് ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് ഇതൊരു നോൺ പ്രോഫിറ്റ് കമ്പനിയാണ്. സെക്ഷൻ 8 കമ്പനി എന്ന് പറയുമ്പോൾ ROC രജിസ്റ്റേർഡ് ആണ്. അത് സെക്ഷൻ 8 കമ്പനിയുടെ പ്രത്യേകത അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോ ഡയറക്ടേഴ്സിനോ ഡിവിഡൻഡോ അതുപോലെ സാലറിയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇഫ് ദർ ഈസ് എനി സർപ്ലസ് അത് കമ്മ്യൂണിറ്റിയുടെ ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് എന്താണോ കമ്പനിയുടെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിൽ ഇതിനകത്ത് കുറച്ച് സമയമുള്ള ഒരാൾക്കാർ കൂടിയാണ് ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാനതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഷിലേൻ സഗുണൻ ഞാൻ പറഞ്ഞു, അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ. PK ഗോപാലകൃഷ്ണൻ സാർ വിപ്രോയുടെ, അതേപോലെ KP രവീന്ദ്രൻ, ഇവരൊക്കെയാണ് ഡയറക്ടർ ബോർഡിലുള്ളത്. ഒപ്പം അഡ്വൈസറി ബോർഡിൽ നമുക്ക് ഫുൾ ടൈം ഇവിടെ നമുക്ക് അവൈലബിൾ അല്ലാത്ത ഒരുപാട് എക്സ്പേർട്സ്, ഇൻ്റർനാഷണൽ എക്സ്പേർട്സ്, ഇപ്പോൾ ഡോക്ടർ സജി ഗോപിനാഥ് അടക്കമുള്ള ആൾക്കാർ നമ്മുടെ അഡ്വൈസറി ബോർഡിലുണ്ട്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ ഏഞ്ചൽ ഇൻവെസ്റ്റർ നാഗരാജ പ്രകാശം, അദ്ദേഹം വളരെയധികം ഈ സ്റ്റാർട്ടപ്പ് വേൾഡിൽ വലിയ പേരുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരും കൂടെ ഇതിൻ്റെ അഡ്വൈസറി ബോർഡിൽ ഉണ്ട്. 2006 ആരംഭിച്ച ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ് എന്ന നൂതന സംവിധാനം കേരളത്തിലെ പാൽ സൊസൈറ്റികൾക്കായി നൽകിക്കൊണ്ട് ഭാര്യയുമായി ചേർന്ന് ആരംഭിച്ച ഇനെക്സ് ഓഫ് ടെക്നോളജീസ് എന്ന സ്ഥാപനം ഇന്ന് ബാംഗ്ലൂർ, കണ്ണൂർ, തൃശൂർ, തിരുവനന്തപുരം നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ERP ബിസിനസ് അനലിറ്റിക്സ് കമ്പനിയാണ്. ഇതിനു പുറമെ വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് തുടങ്ങി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻഡോകോം ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ചെയർമാനായും ടെക്നോളജി മാനേജ്മെന്റ് രംഗത്ത് കടന്നുവരുന്ന കുട്ടികൾക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്, റിസർച്ച് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന BTrack, ഫാഷൻ അടിസ്ഥാനമാക്കി വനിതാ സംരംഭക രംഗത്ത് പ്രവർത്തിക്കുന്ന ഈവ് എന്നിവയിലും ഇതിനെല്ലാം ഉപരി ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികളുടെ ഭാഗമായും ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും അവസരങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ചേർന്ന് ഇജാബിസ് എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയും ശ്രീ സുഭാഷ് ബാബു ആരംഭിക്കുന്നത്. സർ, മൈസോൺ കൂടാതെ വേറെ ഏതൊക്കെ സംരംഭങ്ങളാണ് സർ ഏറ്റെടുത്തിട്ടുള്ളത്? ഞാൻ 2006 ഞാൻ ടെക്നോ പാർക്കിലായിരുന്നു എൻ്റെ ഫൈനൽ കരിയർ. ഒരു കാലിഫോർണിയൻ കമ്പനിയിലായിരുന്നു. അത് റിസൈൻ ചെയ്ത് 2006 ഇനെക്സോഫ്റ്റ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അത് ആക്ച്വലി അതൊരു ഇന്നോവേഷനാണ്. നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ മിൽമക്ക് പാൽ കൊടുക്കുന്ന അതേപോലെ ട്രഡീഷണൽ സൊസൈറ്റികളുടെ അവരുടെ പാലിൻ്റെ ഗുണനിലവാരം ആ രാവിലെ പാൽ അളക്കുന്ന സമയത്ത് തന്നെ അത് അളന്ന് അത് അവരുടെ അക്കൗണ്ടിൽ വെച്ച് മലയാളത്തിൽ അവർക്കത് അനൗൺസ് ചെയ്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ അനൗൺസ് ചെയ്യുന്നൊരു സംവിധാനം അത് ചെയ്യുന്നൊരു കമ്പനി. അത് ഇന്നൊരു ERP കമ്പനി, മറ്റ് ലാർജ് ഇൻഡസ്ട്രീസിനൊക്കെ ചെയ്യുന്നൊരു ERP കമ്പനി ആയിട്ടുണ്ട്. കണ്ണൂർ, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം, തൃശ്ശൂർ അതിന് ബ്രാഞ്ചുകളുണ്ട്. പിന്നെ ഒന്ന് ബിസിനസ് ടെക്നോളജി റിസർച്ച് ആൻഡ് അനലറ്റിക്സ് സെൻറ്റർ, അത് ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് BTrack ചെയ്യുന്നത് നമ്മുടെ ഈ മൈസോൺ അടക്കമുള്ള നമ്മുടെ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഓൺട്രപ്രനേഴ്സിന്, എംപ്ലോയേഴ്സിന് അവർക്ക് ആവശ്യമായ രീതിയിൽ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ട്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സിലബസ്, അക്കാദമിക് സിലബസും ഇൻഡസ്ട്രിയൽ സിലബസും വലിയ വ്യത്യാസമുണ്ട്. ഓരോ കമ്പനികൾക്ക് ആവശ്യമായ രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്ത് MBA, BTech കഴിഞ്ഞ കുട്ടികളെ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടൊരു സ്ഥാപനമുണ്ട്. ഈവ് എന്ന് പറയുന്ന എംപവർമെൻറ്റ് ഓഫ് ഹ്യൂമൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു ചെറിയ അവരുടെ ടെക്നോളജി പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ലീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ ഇൻ്റർനാഷണലി ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ബേസ് ചെയ്തിട്ട് ഇൻഡോകോം ഇൻ്റർനാഷണൽ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അവിടെ
IT രംഗത്ത് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, അത് റൺ ചെയ്യുന്നത്. അതിൻ്റെ ചെയർമാൻ കൂടിയാണ് ഞാൻ. കുവൈറ്റിൽ ഇജാബി സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, അത് കോവിഡിലുണ്ടായ ഒരു ഇതാണ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനി. കുവൈറ്റിലുള്ള ഒരു പാർട്ട്ണറുമായിട്ട് ചേർന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് അവിടെയുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ IT രംഗത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ ഫൗണ്ട് ചെയ്തതാണ്. ഇങ്ങനെ ഒരു 3-4-5 കമ്പനികളുമായിട്ട് മറ്റു കാര്യങ്ങൾ പോകുന്നുമുണ്ട്. സാർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സാറിൻ്റെ ഫാമിലിയെ കുറച്ചുകൂടി ഒന്ന് സൂചിപ്പിക്കണം. ഫാമിലി എന്ന് പറയുമ്പോൾ വൈഫാണ്, വൈഫ് രേഖയാണ്. ഇനക്സോഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഫൗണ്ട് ചെയ്ത കമ്പനീൻ്റെ ഇപ്പോൾ കംപ്ലീറ്റ് നോക്കുന്ന ഭാഗത്ത് ഞാൻ പോകാറില്ല ആളാണ്. ഒരു ഫുൾ ടൈം ഓൺട്രപ്രണറാണ്, വിമൺ ഓൺട്രപ്രണറാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരാൾ. സ്വന്തം നാട് വിളയാങ്കോട്, കണ്ണൂർ ജില്ലയിൽ തന്നെ വിളയാങ്കോട് എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ താമസം കണ്ണൂർ തന്നെയാണ്. സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി സാർ. വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ബിസിനസ് രംഗത്തേക്ക് വന്നപ്പോൾ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയെ പോലുള്ള വൻകിട വ്യവസായികളിൽ നിന്ന് തനിക്ക് ലഭിച്ച പിന്തുണ നവസംരംഭകർക്ക് പ്രതിഫലേച്ഛയില്ലാതെ തിരിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ സംരംഭങ്ങളുടെ കൂട്ടായ്മകൾക്കും സുഭാഷ് ബാബു നേതൃത്വം നൽകുന്നുണ്ട്. പോസിറ്റീവ് കമ്മ്യൂൺ ഓൺട്രപ്രണർഷിപ്പ് ക്ലബ്, JCI ഓൺട്രപ്രണർ ഹബ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. മൈസോണിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മലബാർ ഏഞ്ചൽസ് എന്ന ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടായ്മയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് ശ്രീ സുഭാഷ് ബാബു. മലബാറിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനായ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ശ്രീ സുഭാഷ് ബാബു. കൈരളി ന്യൂസിൽ സംപ്രേഷണം ചെയ്യുന്ന അരികെ എൻ കേരളം എന്ന പ്രോഗ്രാമിന് എൻ്റെയും മൈസോണിൻ്റെയും എല്ലാവിധ ആശംസകളും. Arige in Kerala, brought to you by Garam Matka, a tea story, provides more than 150 varieties of tea, customized snacks. Consumption of tea is increasing 4.5% to 5.5% annually. This satisfaction is our asset. For business inquiries, മാലിന്യ നിർമ്മാർജ്ജനം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയോ? സ്ഥലപരിമിതിയാൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? നിങ്ങളെ അലട്ടുന്ന ഏത് തരം മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങൾക്കും മെഹ്യൂബ ഇക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇനി നിങ്ങളോടൊപ്പമുണ്ട്. മെഹ്യൂബ എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. താരൻ, അകാലനിര, മുടികൊഴിച്ചൽ, മൈഗ്രെയിൻ എന്നിവ നിങ്ങളെ അലട്ടുന്നുണ്ടോ? 100% സുരക്ഷിതത്വവും ആരോഗ്യപരവുമായ ഔഷധക്കൂട്ടാണോ നിങ്ങൾ തേടുന്നത്? എന്നാൽ ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായി എത്തിയിരിക്കുന്നു ഫീൽ ആൻഡ് ഹീൽ ഹെയർ ഓയിൽ. ഉപയോഗത്തിന് ആദ്യ ആഴ്ചകളിൽ തന്നെ മാറ്റം കണ്ടറിയൂ. ഫീൽ ആൻഡ് ഹീൽ 100% ആയുർവേദിക് ഹെയർ ഓയിൽ.